എല്ലാവർക്കും നമസ്കാരം. ഫുഡ് മൊമെന്റ്സ് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ചുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രിറ്റേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ തൈര് എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ ചേരുവകൾ പരിചയപ്പെടാം. നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. 1 കപ്പ് മൈദ അതിൻ്റെ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇടഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സവോളയാണ്, നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് തൈരാണ്. നമ്മൾ ഏകദേശം 1 കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ 4 ബ്രെഡ് സൈഡ് കട്ട് ചെയ്തിട്ട് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, ആവശ്യത്തിന് മല്ലിയില. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും അതുപോലെ തന്നെ തൈരും കൂടെ ചേർത്ത് നമുക്കൊരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു മാവ് ആക്കിയെടുക്കണം. നമ്മൾ തൈര് ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കാവുള്ളൂ. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഏകദേശം 1 കപ്പോളം ഉള്ള തൈരാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മള് തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് ലൂസായിട്ടുള്ളൊരു മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 1.5 കപ്പ് തൈര് ചേർത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് ആവശ്യമൊന്നുണ്ടെങ്കിൽ തൈരിന്റെ അളവ് കൂട്ടി ചേർത്തിട്ട് ഈ ഒരു പരുവത്തിനുള്ള മാവാക്കി വേണം ഇതിനെ മാറ്റാൻ. ഇത് നമുക്കിനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില, പച്ചമുളക് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂണ് കൊണ്ട് നമ്മുടെ ബ്രെഡ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് കോരി ഒഴിച്ച് വറുത്ത് കോരി എടുക്കാം. നമ്മുടെ ഇതിന്റെ ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറിൽ വേണം നമുക്ക് കിട്ടാന്. നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഈ ഒരു കളറിൽ വേണം കിട്ടാൻ. നമ്മൾ ആദ്യം ഇട്ട 2 പീസും നന്നായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഒന്നോടൊന്ന് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രിറ്റേഴ്സ് എല്ലാം നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. നമ്മുടെ ബ്രെഡ് ഫ്രിറ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ക്രിസ്പിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം.
അപ്പൊ അടുത്ത ദിവസം പുതിയൊരു ഡിഷായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.